ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിയമസഭ നടക്കല്ലേ? ഇന്നലെ മാത്യു കുഴൽനാടൻ ഒരു അവസരം സെക്ഷൻ 173 അനുസരിച്ച് റൂളിംഗ് അനുസരിച്ചൊരു അപേക്ഷ വെച്ചു, ഒരു ആരോപണം ഉന്നയിക്കാൻ. അതിന് അനുമതി നൽകിയില്ല. സന്തോഷത്തോട് പിരിഞ്ഞുപോയി. ഇതെല്ലാം നടന്നത്. ഞാൻ ചില കാര്യങ്ങളിൽ ഇടതുപക്ഷത്തെ മാതൃകയാക്കണമെന്നേ. ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഈ കോൺഗ്രസിനെതിരെയാണ് ഒരു ആക്ഷേപം വന്നത്, CPM ആണ് പ്രതിപക്ഷത്ത്, എന്ത് നടക്കും കേരളത്തിൽ? ഒന്ന് ഊഹിച്ചു നോക്കി. മുഖ്യമന്ത്രിയുടെ ഇവിടെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടായല്ലോ, ബാർകോഴ ആരോപണം മാണി സാറിനെതിരെ ഉണ്ടായല്ലോ. നമ്മൾ കണ്ടതല്ലേ നടന്ന കോലാഹലങ്ങൾ. ഇത്രയും പ്രൂഫ്, ഇത്രയും കോൺക്രീറ്റ് എവിഡൻസ് ഉള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട്, അല്ലെങ്കിൽ ആരോപണം കോടതിയുടെ മുന്നിൽ വന്ന്, ഇവിടെ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ കോടതിയാകേണ്ട ഗതികേടല്ലേ? ഇവിടെ പ്രതിപക്ഷം എന്ത് ചെയ്തു? ഇത്രയും കോൺക്രീറ്റ് ആയിട്ടൊരു എവിഡൻസ് ഉള്ള ഒരു കേസ് വന്നിട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടോ പ്രതിപക്ഷം? മുഖ്യമന്ത്രിയുടെ രാജി ആരാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ആ പ്രതിപക്ഷത്തിന് ഇത് പറയാൻ എന്താണ് അവകാശം? BJPയെ സംബന്ധിച്ച് BJP കേരളത്തിലെ നിയമസഭയിൽ കക്ഷി ഒരു MLA പോലും ഉള്ള പാർട്ടിയല്ല. BJP വലിയ കക്ഷിയാണെന്നുള്ള, പക്ഷേ നിയമസഭാ പ്രാതിനിധ്യം അനുസരിച്ച് പ്രതിപക്ഷത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഒരു പില്ലർ തന്നെയാണ്. ഓപ്പോസിഷൻ എന്ന് പറയുന്നൊരു പില്ലറാണ്. ആ പില്ലർ ചെയ്യേണ്ട ജോലി ചെയ്യണ്ടേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? എന്നിട്ട് എന്തു പറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇലക്ഷൻ, രാഷ്ട്രീയ ആരോപണം, ഇങ്ങനെ കുറേ വാക്കുകൾ കണ്ടുപിടിച്ച് വെച്ചാൽ ഈ നാടിനെ കൊള്ളക്കാർക്ക് വിട്ടുകൊടുക്കുകയല്ലേ ഇത്? എത്ര ആയിരം കോടി രൂപയാണ് മോഷ്ടിച്ചുകൊണ്ട് പോയേക്കുന്നത്? അത് മുഴുവൻ വിദേശത്തോട്ട് കടത്തിയേക്കാണ്. അതൊക്കെ അന്വേഷണത്തിൽ വരട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിക്കറിയില്ല. ഒരു പാവം ഷോൺ ജോർജ് സിംഗപ്പൂർ നടക്കുന്ന അലിഗേഷൻ, ഈ കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തു. കമല ഇൻ്റർനാഷണൽ സംബന്ധിച്ച് ഞാൻ പഠിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, പിന്നീട് അടച്ചു പോയിട്ടുണ്ടെന്നുമാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരന്വേഷിച്ചെന്താണ് അത് കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനിയില്ല. ആ സെൻറ്റൻസ് കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനിയില്ല. അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനിയില്ല. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടോ? ഇപ്പോൾ ചോദിച്ചാൽ ഡോർമെൻ്റാണ്, ഇല്ല. അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മറ്റൊന്നാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ.